ലെബനനിലെ ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ നടത്തിയ യുദ്ധവും ഒക്കെ. അങ്ങനെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടയിൽ അവരുടെ ഏറ്റവും കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി അവർക്ക് നേതൃത്വം നൽകിയ ഹസൻ നസ്രുള്ളയെ അടക്കം അവർക്ക് നഷ്ടപ്പെടുന്നു. പേജറുകൾ കൊണ്ടുള്ള ആക്രമണത്തിൽ നിരവധി അവരുടെ പോരാളികൾക്ക് പരിക്കേൽക്കുന്നു, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അകപ്പെടുന്നു. പിന്നീടും ഇസ്രായേൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ പോലും ഹിസ്ബുള്ള അവിടെ നിശബ്ദമായിരുന്നു. കാരണം അവരുടെ സൈനിക മിലിറ്റന്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ ഉതകുന്ന രീതിയിൽ, അതിനെ വീണ്ടും ശക്തിപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് പലപ്പോഴും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അതായിരിക്കാം ഇതിനുള്ള കാരണം. പക്ഷെ ഇപ്പോൾ അന്തിമമായിട്ട് ഈ ലെബനനിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശം തുടരുന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന ഇറാനിലെ ഏറ്റവും പരമമായ ആത്മീയ നേതാവിനെ ഇവർ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അയത്തുള്ള അലി ഖൊമേനി എന്നുള്ളത് അവരുടെ പരമപ്രധാനമായ നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അവർക്കും ഇനി അന്തിമമായ യുദ്ധം എന്നുള്ള നിലയ്ക്ക് ഇതിനെ കാണേണ്ടി വരും. അങ്ങനെ അവർ യുദ്ധത്തിൽ നിർബന്ധിതാവസ്ഥയിൽ പ്രവേശിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി റോക്കറ്റുകൾ പാഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പാഞ്ഞു തുടങ്ങി. പക്ഷേ ഒരു ശക്തമായ കഴിഞ്ഞ ഗസയിൽ നടത്തിയതുപോലെയുള്ള സമയത്ത് നടത്തിയതുപോലെയുള്ള പ്രത്യാക്രമണങ്ങൾ ഇപ്രാവശ്യം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാരണം, ഇറാൻ ഓൾറെഡി ഒരു ഭാഗത്ത് ഇസ്രായേലുമായിട്ട് യുദ്ധത്തിലാണ്. അവർ ആക്രമണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശക്തി മുഴുവനായിട്ട് പ്രയോഗിക്കേണ്ട ഒരു വ്യോമാക്രമണം നടത്തേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ഈ കരയാക്രമണം നേർക്കുനേരെയുള്ള യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് അതിന് നിർബന്ധമായിട്ട് നേരിടേണ്ടി വരും. ആ സമയത്ത് സ്വാഭാവികമായിട്ട് അതിനോടൊപ്പം വ്യോമാക്രമണങ്ങൾ നടത്തേണ്ടി വരും. ഇങ്ങനെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഒരു ഭാഗത്ത് ലെബനനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കരയാക്രമണം തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇനി ഈ ഇസ്രായേലിന് മറ്റൊരു പ്രശ്നമുള്ളത് യമനിലെ ഹൂത്തികളാണ്. ഹൂത്തികൾ ഈ വിഷയം നിലവിൽ ഏതെങ്കിലും കപ്പലാക്രമണങ്ങൾ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഹൂത്തികളുടെ അധീനതയിൽ വരുന്ന ചെങ്കടലിൽ, ഈ കടൽ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും ഉണ്ടാവാമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഹൂത്തികൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും ആക്രമണങ്ങൾ ഇതുവരെയും നടത്തിയിട്ടില്ല. ഇറാൻ നടത്തുമ്പോഴും ഹൂത്തികൾ തൽക്കാലത്തേക്ക് ആക്രമണങ്ങൾ നടത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഹിസ്ബുള്ളയും ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളും യുദ്ധമുഖത്ത് സജീവമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ യുദ്ധമുഖത്ത് നിരന്തരമായി സജീവമാകുന്നതോടൊപ്പം തന്നെ ഇറാന്റെ ആക്രമണങ്ങൾ കൂടി ചെറുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കയുടെ പാട്രിയറ്റ് സംവിധാനവും ഇസ്രായേലിന്റെ അയൺ ഡോമും അമേരിക്കയുടെ തന്നെ താഡ് സംവിധാനവും, ഈ 3 ഡിഫൻസ് സിസ്റ്റമും ഇപ്പോൾ മുഴുവൻ സമയവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.